ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇതേപോലെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി നമ്മൾ ഉണക്കാനായിട്ട് വെക്കുമല്ലോ. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ ഉണക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇതേപോലെ ക്ലിപ്പുണ്ടെങ്കിൽ ആക്കി വെച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ ഇതേപോലെ ഒന്ന് കമത്തി വെച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അതെല്ലാം നമ്മൾ ഈ ക്ലിപ്പില്ലാതെ കമത്തി വെച്ചാൽ ഉണ്ടോ, ഇതേപോലെ വെച്ചാൽ ഉണങ്ങത്തില്ല, അകത്തൊരു സ്മെല്ലും ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ആകുമ്പോഴത്തേന് നമുക്ക് ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് വെയിൽ കൊള്ളിച്ച് ഉണക്കണമെന്നൊന്നുമില്ല. നമ്മൾ മിക്സി ജാർ കഴുകിയിട്ട് ഇതേപോലെ ക്ലിപ്പിട്ട് വെച്ച് കൊടുത്താൽ മതി. ഉണ്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം അതിൻ്റെയൊക്കെ പോയിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ വെളുത്തുള്ളിയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അതങ്ങ് ഒരുമാതിരി പഞ്ഞി വെച്ച കണക്കങ്ങ് ചീത്തയായിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വിടർത്തി എല്ലാം ഓരോ അല്ലികളാക്കി ഇട്ട് കൊടുത്താൽ മതി. തൊലിയൊന്നും കളയാതെ തന്നെ നമ്മൾ ഇതേപോലെ ഓരോ അല്ലികളാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വെളുത്തുള്ളി കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാനാണേലും വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ 2 വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റും. ഇല്ല ഇതേപോലെ കണ്ടോ, പഞ്ഞി വെച്ച കണക്കായി ചീത്തയായി പോയത് കണ്ടോ. അപ്പോൾ ഇതേപോലെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് നാളൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ അടർത്തിയിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചീത്തയാകാതെ തന്നെ നമുക്ക് വെളുത്തുള്ളി കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ചാക്കരി ആണേലും പച്ചരി ആണേലും ചീത്തയാകാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഇങ്ങനെ അങ്ങ് തൂവി കൊടുക്കുക. അപ്പോൾ വണ്ട് കയറാതെ പ്രാണികളൊന്നും കയറാതെ നമുക്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ടിന്നിനകത്താക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് തന്നെ അരി ഇരിക്കും, അതിനകത്ത് വണ്ടോ പ്രാണികളോ ഒന്നും തന്നെ കയറത്തില്ല. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മളിതേപോലെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ പാനൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഏലക്ക, ട്യൂട്ടി ഫ്രൂട്ടി, തേങ്ങ, അതേപോലെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആ തേങ്ങയ്ക്കകത്തിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം എങ്കിൽ ഇതിൽ ഈ നട്ട്സുകൾ ആണേലും ഇട്ട് കൊടുക്കുക. ഇപ്പം പിന്നെ പിസ്തയാണേലും ഏതാണേലും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ സാൻഡ്വിച്ച് മേക്കറില്ലേ, അപ്പോൾ അതിനകത്ത് ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യിട്ടിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അടുത്തൊരു ബ്രെഡും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഇല്ലാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതിലും ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടോ, നല്ല പ്രസ്സായിട്ട് തന്നെ ഇരിക്കുന്നിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട്, നമ്മുടെ എല്ലാ വീട്ടിലും കാണുമല്ലോ ഇടികല്ല്, അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉണ്ടോ. ഇനി നമുക്ക് നെയ്യിട്ട് കൊടുത്തിട്ട് തിരിച്ചു ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അടുത്തതും വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും മതി. ഇതേപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഫില്ലിങ് അതിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ തേങ്ങയും പഞ്ചസാരയ്ക്കും ശേഷം നമുക്ക് എന്ത് വേണേലും അതിനകത്ത് ചേർത്ത് കൊടുക്കാം, നട്ട്സുകളൊക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബ്രെഡും കൂടെ മുകളിൽ വെച്ചിട്ടൊരു പ്ലേറ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇടികല്ല് പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല പ്രസ്സായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം കുട്ടികളാണെങ്കിലും ചോദിച്ച് മേടിച്ച് കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് ഇതിന്. പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ നെയ്യിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വീണ്ടും തട്ടെടുത്ത് വെച്ച് കൊടുത്തിട്ട് കല്ല് വെച്ച് കൊടുക്കുക. നല്ല പ്രസ്സായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ഒരു സ്വീറ്റാണിത്. ഉണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല പ്രസ്സായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി ഞാൻ അത് മുറിച്ചൊന്ന് കാണിച്ചു തരാം.
നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ സ്വീറ്റ് സാൻഡ്വിച്ച് അടിപൊളിയാണ്. ഇപ്പോൾ പിച്ചുമ്പം തന്നെ അറിയാം കണ്ടോ, അകത്ത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ടിപ്സിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.